ഓക്കെ, നമുക്ക് ഇനി മുതൽ ഓഡിയോഗ്രാം എന്താണ് ഓഡിയോഗ്രാം, ഓഡിയോമെട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ 2 തരത്തിലുള്ള ഓഡിയോ മീറ്ററുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൽ എന്താണ് വാട്ട് ഈസ് ആൻ ഓഡിയോഗ്രാം? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ ECG പഠിച്ചിട്ടില്ലേ, ഇലക്ട്രോ കാർഡിയോഗ്രാം, അതുപോലെ EEG ഇലക്ട്രോ എൻസെഫലോഗ്രാം, അതുപോലെ EMG ഇലക്ട്രോ മയോഗ്രാം അല്ലേ. അപ്പം അതൊക്കെ തന്നെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ. ECGയുടെ ആ വേവ് ഫോം PQRST എന്നുള്ള വേവ് ഫോം, അതുപോലെ EEGയുടെ എന്തായിരുന്നു ആൽഫ ബീറ്റ ഡെൽറ്റ തീറ്റ എന്നുള്ള വേവ് ഫോം, അതുപോലെ EMGയുടെ വേവ് ഫോം. ഇതൊക്കെയാണ് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ ഗ്രാം, ECG EEG EMG എന്നൊക്കെ പറയും. ഇതേപോലെ ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റിലും ഈ ഓഡിയോമെട്രി ടെസ്റ്റ് നടത്തുമ്പോൾ അതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. ദ ഓഡിയോഗ്രാം ഈസ് എ ചാർട്ട് ഓഫ് ഹിയറിംഗ് സെൻസിറ്റിവിറ്റി വിത്ത് ഫ്രീക്വൻസി ചാർട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ്. ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ, നമ്മൾ ചെവിയിലേക്ക് കൊടുക്കുന്ന സിഗ്നൽ എക്സ് ആക്സിസിലും and the intensity on the y axis. ഇന്റൻസിറ്റി കിട്ടുന്ന ഇന്റൻസിറ്റി എന്താണ്, y ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. The intensity is a level of sound power measured in decibels. Loudness is a perpetual correlate of intensity. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇന്റൻസിറ്റി is a level of the sound power measured in decibel. ഏത് ഡെസിബൽ, നമ്മൾ സൗണ്ടിന്റെ അല്ലെങ്കിൽ എന്താ പറയുക സൗണ്ടിന്റെ യൂണിറ്റ് നമ്മൾ ഡെസിബലിലാണ് പറയല് അല്ലേ, ശരിയല്ലേ. സൗണ്ടിന്റെ യൂണിറ്റ് നമ്മൾ ഡെസിബലിലാണ് പറയാം. അതേസമയം ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമ്മൾ എന്തിലാണ് പറയാം, ഹെഡ്സിലാണ് പറയാം അല്ലേ. അപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഓഡിയോഗ്രാം ഇസ് എ ചാർട്ട് ഓഫ് ഹിയറിംഗ് സെൻസിറ്റിവിറ്റി വിത്ത് ഫ്രീക്വൻസി ചാർട്ടഡ് ഓൺ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഫ്രീക്വൻസി, സിഗ്നലിന്റെ ഫ്രീക്വൻസിയും y ആക്സിസിൽ സിഗ്നലിന്റെ ഇന്റൻസിറ്റിയുമാണ് കൊടുക്കുന്നത്. ഇന്റൻസിറ്റി, സൗണ്ടിന്റെ ഇന്റൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഇതിലാണ്, ഡെസിബലിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഓഡിയോഗ്രാം ചാർട്ട് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പറയും എക്സ് ആക്സിസിൽ എന്താണ് ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ. ആ ഫ്രീക്വൻസിയാണ് നമ്മൾ മുകളിൽ കാണുന്നത് 125, 250, 500, 750, 1K, 1 കിലോ ഹെർട്സ്, 1.5 കിലോ ഹെർട്സ് എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ. ഈ താഴെ പറയുന്ന -10, 0, 10 dB, 20 dB, 30, 30, 40, 40 അതാണ് ഡെസിബൽ, സൗണ്ടിന് യൂണിറ്റ്. ഈ രൂപത്തിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി ഏതൊക്കെ തരത്തിലുള്ള ഓഡിയോമീറ്ററുകളുണ്ട്. 2 തരത്തിലുള്ള ഓഡിയോമീറ്ററുകളാണുള്ളത്. ഒന്ന് പ്യുവർ ടോൺ ഓഡിയോമീറ്ററും രണ്ടാമത്തത് സ്പീച്ച് ഓഡിയോമീറ്റർ. ഇത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഓഡിയോമെട്രി അല്ലെങ്കിൽ വാട്ട് ഈസ് ഓഡിയോഗ്രാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിയോമീറ്റേഴ്സ്, എക്സ്പ്ലെയിൻ എനി ഓഫ് വൺ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ പ്യുവർ ടോൺ ഓഡിയോമീറ്റർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഓഡിയോമീറ്റർ എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള ഓഡിയോമീറ്റർ, പ്യുവർ ടോൺ ആൻഡ് സ്പീച്ച് ഓഡിയോമെട്രി. അപ്പോൾ ഇതിൽ പ്യുവർ ടോൺ എന്ന് പറയുന്നത്, പ്യുവർ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായത് അല്ലേ. അപ്പോൾ പ്യുവർ ടോൺ ഇസ് എ സിംഗിൾ ഫ്രീക്വൻസി ടോൺ വിത്ത് നോ ഹാർമോണിക് കണ്ടന്റ്, നോ ഓവർ ടോൺസ്. അപ്പോൾ ഇതിൽ പ്യുവർ ടോൺ ഓഡിയോമെട്രി എന്ന് പറയുന്നത് ആക്ച്വലി പ്യുവർ ടോൺ ഇസ് എ സിംഗിൾ ഫ്രീക്വൻസി സിഗ്നലാണ് അല്ലേ. അതിൽ നിന്നും ഉണ്ടാവില്ല നോയ്സ്, ഉണ്ടാവില്ല മറ്റ് ഹാർമോണിക്സ് ഉണ്ടാവില്ല. ഓക്കെ, നോ ഓവർ ടോൺ. ഈ ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇപ്പോൾ 1 കിലോ ഹെർട്സിന്റെ ഒരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ആ 1 കിലോ ഹെർട്സിനെ മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, സിഗ്നലിന്റെ ചെറിയ നോയ്സ് അതിലുണ്ട്. അപ്പോൾ 2 കിലോ ഹെർട്സ്, 3 കിലോ ഹെർട്സ്, 10 കിലോ ഹെർട്സ്, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ഫ്രീക്വൻസിയുടെ ചെറിയ അംശങ്ങൾ എന്തുണ്ടാവും, നമ്മൾ ഫ്രീക്വൻസി ജനറേറ്ററിൽ സാധാരണ ഉണ്ടാവും. അതേസമയം പ്യുവർ ടോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അതൊരു സിംഗിൾ ഫ്രീക്വൻസിയാണ്. 1 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞാൽ അതിൽ 1 കിലോ ഹെർട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ദിസ് കറസ്പോണ്ട് ടു സൈൻ വേവ്. ഇത് സാധാരണ ഒരു സൈൻ വേവ്, ഒരു സിംഗിൾ സൈൻ വേവ് പോലെയാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, ഒരു പ്യുവർ ടോൺ സിഗ്നൽ എന്ന് പറയുന്നത്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാം, മുകളിൽ ഹൈ പിച്ച് എന്ന് പറയുന്ന ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് മുകളിൽ കാണുന്നത്. എന്ന് പറയുന്നത് ശബ്ദത്തിന് വളരെ ഷാർപ്പായിരിക്കും. തൊട്ട് താഴെ ലോ പിച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി കുറവായിരിക്കും, എന്തായിരിക്കും, അതിന് ബാസ് കൂടുതലായിരിക്കും, ഓക്കെ, ഡെപ്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്യുവർ ടോൺ, സിംഗിൾ ഫ്രീക്വൻസിയാണ്. ഈ ഫ്രീക്വൻസിയുടെ കൂടെ മറ്റ് അഡീഷണൽ ഫ്രീക്വൻസി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ വളരെ പ്യുവറായിട്ടുള്ള സിംഗിൾ ഫ്രീക്വൻസി സിഗ്നൽ നമ്മൾ പ്യുവർ ടോൺ ഫ്രീക്വൻസി സിഗ്നൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിലേക്ക് നമ്മൾ വരുന്നത്. പ്യുവർ ടോൺ ഓഡിയോമീറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രം സാധാരണ ചോദിക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഡയഗ്രം എന്തായാലും ചോദിക്കും. 4 മാർക്കിന് 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് പ്യുവർ ടോൺ ഓഡിയോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കിയേ.
ഇതിൽ നമുക്ക് ആകെ 4-5 ബ്ലോക്കേ ഉള്ളൂ. ഒന്നാമത്തെ പ്യുർ ടോൺ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നേരത്തെ ഇപ്പോൾ കാണിച്ച സിഗ്നലില്ലേ, ആ സൈൻ വേവ് സിഗ്നൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആ ഒരു മൊഡ്യൂളാണ് അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്കാണ് എന്താ പ്യുർ ടോൺ ജനറേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ വേവിൻ്റെ ജനറേറ്റർ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് എന്താണ്, അടുത്ത പണി എന്താണ്, ആംപ്ലിഫയർ. എന്താണ് ആംപ്ലിഫയറിൻ്റെ വർക്ക് എന്തായിരിക്കും? പ്യുർ ടോൺ ജനറേറ്ററിൽ ഉണ്ടാക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലോ വോൾട്ടേജ് സിഗ്നലാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആംപ്ലിഫൈ ചെയ്യണം. അങ്ങനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ബ്ലോക്ക് എന്താണ്, അറ്റ്യൂനേറ്റർ. അറ്റ്യൂനേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, വോളിയം കൺട്രോൾ പോലെയാണ്. ഇപ്പം നമ്മളൊക്കെ ഈ സ്പീക്കറിലൊക്കെ അല്ലെങ്കിൽ നമ്മൾക്ക് ആംപ്ലിഫയറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ വോളിയം കൺട്രോൾ ചെയ്യാറില്ലേ, ഒരു സാധനം തിരിച്ചിട്ട്. ഇപ്പോൾ റേഡിയോയിലൊക്കെ പഴയ ടേപ്പ് റെക്കോർഡിലൊക്കെ കാണാൻ ഒരു വോളിയം ബട്ടൺ കാണാൻ പറ്റും. ഇപ്പോഴത്തെ പുതിയ ഈ ആംപ്ലിഫയറിലൊക്കെ നമുക്ക് കാണാം എന്ത്, വോളിയം ബട്ടൺ. ആ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ആ ബ്ലോക്കാണ് അറ്റ്യൂനേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്യുർ ടോൺ ജനറേറ്റർ നമ്മൾ കഴിഞ്ഞു, രണ്ടാമത്തെ ആംപ്ലിഫയർ കഴിഞ്ഞു, മൂന്നാമത്തെ അറ്റ്യൂനേറ്റർ. പ്യുർ ടോൺ ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്, ആ സിഗ്നലിനെ ജനറേറ്റ് ചെയ്യും. ആംപ്ലിഫയർ എന്ത് ചെയ്യും, ആ ലോ വോൾട്ടേജ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. അറ്റ്യൂനേറ്റർ എന്ത് ചെയ്യും, അറ്റ്യൂനേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനാണ് അറ്റ്യൂനേറ്റർ എന്ന് പറയുക. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ വോളിയം കൺട്രോളർ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, അടുത്തൊരു സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ആ മഞ്ഞ കളറുള്ള ആ സിമ്പിൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ഒരു സ്വിച്ചിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇപ്പോൾ നമ്മളൊരു സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും, അത് ആ സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ആംപ്ലിഫൈ ചെയ്ത വോളിയം കൺട്രോൾ ചെയ്ത സിഗ്നൽ എങ്ങോട്ടേക്ക് പോകും, ടു ഇയർഫോൺ. ഏറ്റവും മുകളിൽ ഒന്ന് ഹെഡ്ഫോണിലേക്ക് പോകും, രണ്ട് ബോൺ വൈബ്രേറ്ററിലേക്ക് പോകും. എന്തിനാണ് രണ്ട് സ്ഥലത്തേക്ക് പോകുന്നത്, എന്തിനാണ്, ഒന്ന് നമ്മൾ രണ്ട് തരത്തിൽ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ടെസ്റ്റ് ഉള്ളത്, ഒന്ന് എയർ കണ്ടക്ഷൻ ടെസ്റ്റും രണ്ടാമത്തേതാണ് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റും. എയർ കണ്ടക്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്തിലേക്ക് പോകുന്നത്, ടു ഇയർഫോൺ. നമ്മൾ ചെവിൻ്റെ ഉള്ളിലേക്ക് ശബ്ദം കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എയർ കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ എന്താണ്, ടു ബോൺ വൈബ്രേറ്റർ. ബോൺ വൈബ്രേറ്റർ എന്നുള്ള ആ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ്, ബോൺ കണ്ടക്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുക ആ എയർ കണ്ടക്ഷൻ ടെസ്റ്റിൽ നമ്മൾ ഔട്ടർ ഇയർ വരും, മിഡിൽ ഇയർ വരും, അതുപോലെ ഇന്നർ ഇയർ, കംപ്ലീറ്റ് പാത്ത് വേ ടു ദ ബ്രെയിൻ ടു ദ കോർട്ടക്സ് അല്ലേ, അത്രയും സംഭവങ്ങളിൽ വരും. ഇനി അതേസമയം ബോൺ വൈബ്രേറ്ററിൽ ഏത് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ, കൊക്ലിയ ഉൾപ്പെടുന്ന, അതായത് ഇന്നർ ഇയർ ഉൾപ്പെടുന്ന, അതുപോലെ നമ്മുടെ പിന്നെ എന്താണ് പറയുക ഓഡിറ്ററി നെർവ്, അത് ബ്രെയിനിൽ എത്തുന്ന സിഗ്നൽ വരെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുന്നത്. ഇതാണ് ഒരു പ്യുർ ടോൺ ഓഡിയോമീറ്റർ എന്ന് പറയും. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്, പ്യുർ ടോൺ ഓഡിയോമെട്രി ഈസ് എ ബേസിക്സ് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് എ ഹിയറിംഗ് ലോസ് ഈസ് പ്രസന്റ് ഓർ നോട്ട്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്, പ്യുർ ടോൺ ഓഡിയോമെട്രി ഈസ് എ ബേസിക് ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഇഫ് എ ഹിയറിംഗ് ലോസ് ഈസ് പ്രസന്റ് ഓർ നോട്ട്. നമ്മുടെ പേഷ്യൻറ്റിന് ഹിയറിംഗ് ലോസ് ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബേസിക് ടെസ്റ്റ് ആണ് എന്ത്, പ്യുർ ടോൺ ഓഡിയോമീറ്റർ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദ ടെസ്റ്റ്, ഈ സമയത്ത് എന്താണ് ചെയ്യുക, ടെസ്റ്റി വിയേഴ്സ് എ ഹെഡ്ഫോൺ. ടെസ്റ്റി എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് എന്ത് ചെയ്യും, വിയേഴ്സ് എ ഹെഡ്ഫോൺ, ഒരു ഹെഡ്ഫോൺ എന്ത് ചെയ്യും ധരിക്കും, ഓർ ഇൻസെർട്ട് ഇയർഫോൺ ഇൻ ത്രൂ വിച്ച് പ്യുർ ടോൺസ് അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ആർ ബീങ് പ്രസൻറ്റ്. ഓക്കെ, എന്താ ചെയ്യുന്നത്, ഈ പ്യുർ ടോൺ ഉണ്ട്, ചെറിയ മ്യൂസിക്കാണ്, ചെറിയ ടോണുകൾ. നമ്മൾ ഈ പിന്നെ എയർടെൽ അതുപോലെയുള്ള സംഭവങ്ങൾ കാണാറ്, ചെറിയ ബീപ്പ് സൗണ്ടുകൾ. അതെന്ത് ചെയ്യും, ആ ശബ്ദമാണ് നമ്മുടെ ചെവിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഏത് വഴിയാണ് കൊടുക്കുക, ഹെഡ്ഫോൺ വഴി അല്ലെങ്കിൽ ഇയർഫോൺ. അതാണ് പറയുന്നത്. ഡ്യൂറിങ് ദ ടെസ്റ്റ് ദ പേഷ്യൻ്റ് വിയേഴ്സ് എ ഹെഡ്ഫോൺ. പേഷ്യൻ്റ് എന്ത് ചെയ്യും, ഒരു ഹെഡ്ഫോൺ കൊടുക്കും. അപ്പോൾ അവിടെ നിന്നുള്ള ഓഡിയോമെട്രി ടെക്നീഷ്യൻ എന്ത് ചെയ്യും, സിഗ്നൽ കൊടുക്കും, ആ ഇയർഫോണിലേക്ക് സിഗ്നൽ കൊടുക്കും. ത്രൂ വിച്ച് എന്ത് സിഗ്നൽ കൊടുക്കുക, പ്യുർ ടോൺ സിഗ്നൽ അറ്റ് ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ബാസുള്ള സിഗ്നൽ ആദ്യം കൊടുക്കും, പിന്നെ ബാസ് കുറച്ചുകൊണ്ട് വരും, പിന്നെ ഫ്രീക്വൻസി കൂട്ടി വരും, പിന്നെ ഷാർപ്പായിട്ടുള്ള വോയിസ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് ഓഡിയോ ടോണുകൾ എന്ത് ചെയ്യും നമ്മുടെ ചെവിയിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ചെവിയിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത തേർഡ് പോയിന്റ്, ആ യെല്ലോ കളറിലെ പോയിന്റ് എന്താ, ദ ഇന്റൻസിറ്റി ഓഫ് ദ ടോൺ ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. ഇന്റൻസിറ്റി ഓഫ് ദ ടോൺ ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. എന്ത് ചെയ്യും, ആ കൊടുക്കുന്ന ശബ്ദം എന്ത് ചെയ്യും, നമ്മൾ പതുക്കെ കുറച്ചുകൊണ്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, പേഷ്യൻറ്റിനോട് ചോദിക്കും, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, പേഷ്യൻ്റ് ഒരു കണ്ണാടിക്കൂട്ടിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പുറത്ത് ടെക്നീഷ്യൻ ഉണ്ടാവും.
ഒക്കെ നമ്മൾ CT സ്കാനിങ്ങിലൊക്കെ കാണുന്ന പോലെ ഓഡിയോളജിയുടെ റൂമിൽ ഒരു പേഷ്യൻ്റ് ഒരു കണ്ണാടിക്കുട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പം പേഷ്യൻ്റ് എന്ന് പറയും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറയും, ഒരു ആംഗ്യം കാണിക്കും. ഓക്കെ, ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ടോൺ ഈസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ദ ടോൺ എന്ത് ചെയ്യും, ആ ടോണിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ വോളിയം എന്ത് ചെയ്യും, പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരും. അണ്ടിൽ ദ ഹിയറിംഗ് ത്രഷോൾഡ് ഈസ് ഫൗണ്ട്. ഏതുവരെ കുറച്ച് കുറച്ച് കൊണ്ടുവരും, പേഷ്യൻറ്റിന് കേൾക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ടാവില്ലേ, ആ ലെവൽ വരെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ദ റിസൾട്ട് ഈസ് എക്സ്പ്രസ് ഇൻ ഡെസിബൽ ആൻഡ് എൻറ്റേർഡ് ഇൻ ഓഡിയോ ഫോം. ഈ റിസൾട്ട് എത്ര ഡെസിബൽ വരെ, സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ ഡെസിബലിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ എത്ര ഇൻറ്റൻസിറ്റി വരെ ഇയാൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്ന് എന്ത് ചെയ്യും, നമ്മൾ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, മനസ്സിലായിട്ടൊന്നും വിചാരിക്കുന്നു. ദ റിസൾട്ട് ഈസ് എക്സ്പ്രസ് ഇൻ ഡെസിബൽ ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ഓഡിയോഗ്രാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സാധാരണ കേൾവിക്കുറവുള്ള ഒരാൾക്ക് എന്തായിരിക്കും സംഭവിക്കുക, നമ്മൾ സാധാരണ സംസാരിക്കുന്ന ശബ്ദം പോലും കേൾക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സാധാരണ കേൾക്കാൻ കഴിയുന്ന ലെവലുണ്ടാവും, അതേപോലെ ഈ പേഷ്യൻറ്റിന് കേൾക്കാൻ കഴിയുന്ന ഒരു ലെവലുണ്ടാവും. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ്, ഈ ഡിഫറൻസ് എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അയാളുടെ ചെവിയിൽ വെക്കേണ്ട ആ ഒരു ഹിയറിംഗ് എയ്ഡ് ഇല്ല, നമ്മൾ കാണാം ചില കുട്ടികളുടെ ഒക്കെ, അല്ലെങ്കിൽ ചില ആളുടെ ചെവിൻ്റെ ഉള്ളിലൊക്കെ ഒരു സാധനം കാണാറില്ലേ, അതാണ് എന്താ പറയുക ഹിയറിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ആംപ്ലിഫിക്കേഷൻ എന്ത് ചെയ്യും, നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്യുവർ ടോൺ ഓഡിയോമെട്രി നമ്മൾ പറയുന്നത്. അടുത്തതാണ് സ്പീച്ച് ഓഡിയോമെട്രി എന്ന് പറയുന്നത്. സ്പീച്ച് ഓഡിയോമെട്രിയിലുള്ള വ്യത്യാസം നോക്കിയാൽ ബ്ലോക്ക് ഡയഗ്രം എല്ലാം സെയിം ആണ്. ആദ്യത്തെ ബ്ലോക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതാണ് ആ വ്യത്യാസം, റെക്കോർഡഡ് വോയിസ്. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ആംപ്ലിഫയർ, അറ്റുനേറ്റർ, സ്വിച്ച് ഉണ്ട്, വലത് സൈഡിൽ എന്തുണ്ട്, ഇയർഫോൺ ഉണ്ട്, അതുപോലെ ട്യൂബോൺ വൈബ്രേറ്റർ. ഓക്കെ, അപ്പോൾ നേരത്തെ പ്യുവർ ടോൺ ഓഡിയോമീറ്ററിൽ നമ്മൾ മ്യൂസിക് അല്ലെങ്കിൽ ഓഡിയോ ടോൺ ആണ് കൊടുത്തിരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ റെക്കോർഡഡ് വോയിസ് ആണ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം എ, ആ, ഇ, അല്ലേ, അങ്ങനെയുള്ള ABCD വോയിസുകളോ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യും, കുട്ടിക്ക് അല്ലെങ്കിൽ പേഷ്യൻറ്റിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇത് പേഷ്യൻറ്റിന് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, A ആണോ B ആണോ C ആണോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും, പേഷ്യൻറ്റ് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻറ്റ് കേൾക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എത്ര ലെവലിൽ ഇത് കേൾക്കുന്നുണ്ട് എന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ നമ്മൾ ഹിയറിംഗ് എയ്ഡ്സ് തീരുമാനിക്കും. എന്തുമാത്രം ഇൻറ്റൻസിറ്റി ഇയാൾക്ക് കുറവുണ്ട് എന്ന് നോക്കിയിട്ട് ആ ഇൻറ്റൻസിറ്റി കുറയുന്നതിന് പകരം എന്ത് ചെയ്യും, ഇൻറ്റൻസിറ്റി കൂടിയ ഹിയറിംഗ് എയ്ഡ് ചെവിയിൽ വെക്കാനുള്ള ഡിവൈസ് നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതാണ് സ്പീച്ച് ഓഡിയോമെട്രിയിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സ്പീച്ച് ഓഡിയോമെട്രിയിൽ എന്താണ് പറയുന്നത്, ടെസ്റ്റ് കൺസിസ്റ്റ് ഓഫ് certain number of words being present via headphones or free field loudspeaker. The test consists of a certain number of words. ചില വേർഡ്സുകൾ എന്ത് ചെയ്യും നമ്മൾ പറയുന്നു, കാക്ക, പൂച്ച, ഇതേപോലെയുള്ള എന്തെങ്കിലും വേർഡ്സ് അവിടെ ബീങ് പ്രസന്റഡ് വിയ ഹെഡ്ഫോൺസ്. നമ്മൾ ഹെഡ്ഫോൺ വഴി എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു. The testee would have to repeat the words. രോഗി എന്ത് ചെയ്യണം, would have to repeat the words. ആ പറയുന്ന വേർഡ്സ് എന്ത് ചെയ്യണം, ടെസ്റ്റി അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻ്റ് എന്ത് ചെയ്യണം, തിരിച്ച് പറയണം. And the percentage of words being correctly repeated can be derived. അപ്പോൾ നമ്മൾ എത്ര ഇൻറ്റൻസിറ്റി കൂട്ടി കുറച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് ഏറ്റവും ഇൻറ്റൻസിറ്റി കുറച്ചിട്ട്, അതായത് ഈ ഹെഡ്ഫോണിലേക്ക് കൊടുക്കുന്ന ആ വോയിസിൻ്റെ എന്താണ് പറയുക വോളിയം കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് ഏത് സമയത്താണോ അയാൾക്ക് പറയാൻ പറ്റാതാകുന്നത് അതാണ് അയാളുടെ ത്രഷോൾഡ് ലെവൽ. ഓക്കെ, അപ്പോൾ നോക്കാം. These are, the speech audiometer, these are used to carry out the test with spoken voices. നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ് എന്തെന്ന് ഇയാളുടെ അല്ലെങ്കിൽ രോഗിയുടെ ചെവിയിലേക്ക് കൊടുക്കുന്നത്. സ്പീച്ച് ഓഡിയോമീറ്റർ യൂസസ് എ ടൈപ്പ് റെക്കോർഡർ ഫോർ പ്രൊഡ്യൂസിങ് സ്പീച്ച് സ്റ്റിമുലസ്. ടൈപ്പ് റെക്കോർഡർ ആവാം, അല്ലെങ്കിൽ MP3 പ്ലെയർ ആവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആവാം. ഇതിനൊക്കെ ഉള്ള ഒരു റെക്കോർഡഡ് വോയിസ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെവിയിലേക്ക് കൊടുക്കുന്നത്. The spoken voice from the tape recorder is presented acoustically to the ear via pair of headphones. ഒരു ഹെഡ്ഫോൺസ് വഴി എന്ത് ചെയ്യുന്നു, ഈ സ്പോക്കൺ വോയിസ് റെക്കോർഡ് ചെയ്ത വോയിസ് നമ്മുടെ രോഗിയുടെ ചെവിയിലേക്ക് കൊടുക്കുന്നു. എ നോയ്സ് ജനറേറ്റർ ഈസ് ആൾസോ പ്രൊവൈഡഡ് ഫോർ ജനറേറ്റിംഗ് മേക്കിംഗ് മാസ്കിംഗ് നോയ്സ്. ഇടയ്ക്ക് എന്ത് ചെയ്യും, ഒരു നോയ്സ് കൊടുക്കും. നോയ്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം നമ്മൾ അങ്ങാടിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരുപാട് നോയ്സ് ഉണ്ടാവും അല്ലെ, പല ആളുകൾ സംസാരിക്കുന്ന നോയ്സ് ഉണ്ടാവും. ആ നോയ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന നോയ്സ് ഈ രോഗിക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അല്ലേ? അതായത് നമ്മൾ ഈ ഇതിൽ സ്പീച്ച് ഓഡിയോമെട്രിയിൽ കൊടുക്കുന്ന ഒരു റെക്കോർഡഡ് വോയിസ് ഉണ്ട്. ഇപ്പൊ കാക്ക എന്ന് പറയാം, അല്ലെ പൂച്ച എന്ന് പറയുന്ന ആ വോയിസ് ഈ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോയ്സ് കയറ്റി കൊടുക്കും, വേറെയുള്ള കലപില ശബ്ദങ്ങൾ കയറ്റി കൊടുക്കും. ആ ശബ്ദത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട്, ആ കലപില ശബ്ദത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കാക്ക പൂച്ച എന്നുള്ള സംഭവം എന്ത് ചെയ്യുന്നു, ഇവർക്ക് മനസ്സിലാക്കി അത് വേർതിരിച്ചറിയാൻ പറ്റോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യും, ഈ സ്പീച്ച് ഓഡിയോമെട്രിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് സ്പീച്ച് ഓഡിയോമെട്രിയിലും അതുപോലെ പ്യൂർ ടോൺ ഓഡിയോമെട്രിയിലും നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സ്പീച്ച് ഓഡിയോമെട്രി അല്ലെങ്കിൽ പ്യൂർ ടോൺ ഓഡിയോമെട്രി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തുമാത്രം ചെവിയിൽ പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് എത്ര ഇൻറ്റൻസിറ്റി കുറവുണ്ട് നമുക്കറിയാം. ചില ആളുകൾക്ക് നമുക്ക് കൂടുതൽ ഉച്ചത്തിൽ പറഞ്ഞാൽ മാത്രമേ അയാൾക്ക് കേൾക്കുകയുള്ളൂ, അല്ലേ? നമുക്കറിയാം, അങ്ങനെയുള്ള ആളുകൾ നമുക്കറിയാം. അപ്പോൾ ശരിക്കും എന്തായിരിക്കും വേണ്ടി വരിക, അയാളുടെ ഈ ചെവിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം, ആ ഉച്ചത്തിൽ നമ്മൾ പറഞ്ഞാലേ അദ്ദേഹം കേൾക്കുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ പറയുന്ന പോലെ അയാൾ കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അയാളുടെ ചെവിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, ചെറിയൊരു ആംപ്ലിഫിക്കേഷൻ പണികൾ ചെയ്യണം, അല്ലേ? ആ ചെവിൻ്റെ ഉള്ളിൽ ചെറിയ ആംപ്ലിഫിക്കേഷൻ വർക്കുകൾ ചെയ്യുന്ന ആ ഡിവൈസിന് പറയുന്ന പേരാണ് ഹിയറിംഗ് എയ്ഡ്സ്. നമ്മൾ ചെറിയ കുട്ടികളുടെ, ഈ ചില കുട്ടികളുടെയും അതുപോലെ വലിയ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെ തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ചിത്രത്തിൽ 5 തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് കാണാം, അല്ലേ? ഒന്ന് ബിഹൈൻഡ് ദ ഇയർ, നമ്മൾ സാധാരണ കാണുന്നതാണ്, അത് ചെവിയുടെ ബാക്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഈ ഒരു റാ ഷേപ്പിലുള്ള സാധനം, ഇതിൽ എന്താണ് വോളിയം കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് എന്ത് ചെയ്യാം, വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു സാധാരണ പറയുന്ന ആൾ പറയുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് കേൾക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിന് വോളിയം കൂട്ടി വെക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നല്ല ഉച്ചത്തിൽ എന്ത് ചെയ്യും, ശബ്ദം ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ചെവിൻ്റെ ഉള്ളിലേക്ക് തരും. അടുത്താണ് ഇൻ ദ ഇയർ ഹിയറിംഗ് എയ്ഡ്, ചെവിൻ്റെ ഉള്ളിലാണ് വെക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഇത് പുറത്തേക്ക് കാണൂല സംഭവം. ഓക്കെ, അടുത്ത ഇൻ ദ കനാൽ ഹിയറിംഗ്, ഇതെന്ത് ചെയ്യും, ഈ ഹിയറിംഗ് എയ്ഡ് കനാലിൻ്റെ ഉള്ളിലാണ് വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇതില്ല, എന്താണ് പറയുക, ഓഡിറ്ററി കനാൽ, അതിൻ്റെ ഉള്ളിൽ വെക്കാം, പുറമേക്ക് തീരെ കാണില്ല. ഇനി അടുത്ത പോയിന്റ് നാലാമത്തെ 5-ാമത്തെ എന്താണ്, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ, പുറത്തേക്ക് തീരെ കാണാത്ത രൂപത്തിൽ ഉള്ളിൽ എന്ത് ചെയ്യുക, ആ ഓഡിറ്ററി കനാലിൻ്റെ ഉള്ളിൽ, ഇയർ കനാലിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഹിയറിംഗ് എയ്ഡ് തിരികെ വയ്ക്കുന്നു. ഇതുകൊണ്ടുള്ള ഗുണം, പുറമെ ആർക്കും ഇത് കാണാൻ പറ്റുകയില്ല, ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അത് പിന്നെ നമ്മൾ കോസ്മെറ്റിക്സിൽ ഇപ്പോൾ സാധാരണ ഈ ചിലർക്കൊക്കെ ഒരു കുറവാണ് ഇതേപോലുള്ള ഇത് ബിഹൈൻഡ് ദ ഇയർ സാധനങ്ങളൊക്കെ വെക്കാൻ. അപ്പോൾ അങ്ങനെ കുറവ് തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ഒരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ഒരു സൗന്ദര്യം കുറഞ്ഞു പോകുന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഉള്ളിൽ കയറ്റി വെക്കാം. നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊക്കെ എടുക്കാനും ഊരാനൊക്കെ ബുദ്ധിമുട്ടാണ് സംഭവം, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ്, ഫസ്റ്റ് വൺ ബിഹൈൻഡ് ദ ഇയർ എയ്ഡ്സ്, രണ്ടാമത് മിനി BTE, മിനി ബിഹൈൻഡ് ദ ഇയർ, അതായത് ഒന്നാമത്തെ അതിനെക്കാട്ടും മിനി മോഡൽ, മൂന്നാമത് ഇൻ ദ ഇയർ, നാലാമത്തത് ഇൻ ദ കനാൽ, അഞ്ചാമത്തത് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ. ഇങ്ങനെ 5 തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് ആണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച്. ഓക്കെ, സാറിന് 3-4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ കാണുന്നു വിചാരിക്കും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ബിഹൈൻഡ് ദ ഇയർ എയ്ഡ്സ്. ബിഹൈൻഡ് ദ ഇയർ നമ്മൾ സാധാരണ കാണുന്ന കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതാണ് മിനി ബിഹൈൻഡ് ദ ഇയർ എന്ന് പറയുന്നത്. മോസ്റ്റ് പാർട്സ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ, ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ, ആ ഒരു വളഞ്ഞ സാധനം ആ ചെവിൻ്റെ പുറത്തു കൂടെ അങ്ങനെ വെക്കുകയാണ് ചെയ്യാം. അതിൻ്റെ വോളിയം കൺട്രോളൊക്കെ നമ്മൾ ചെവിയുടെ ബാക്കിലാണ് ഉണ്ടാവുക. ഇതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കാം. മോസ്റ്റ് പാർട്സ് ആർ കണ്ടെയ്ൻ ഇൻ സ്മോൾ പ്ലാസ്റ്റിക് കേസ് ദാറ്റ് റെസ്റ്റ് ബിഹൈൻഡ് ദ ഇയർ. ഒരു ചെറിയ പ്ലാസ്റ്റിക് കേസിലായിട്ട് നമ്മുടെ ചെവിയുടെ ബാക്കിലാണ് ഈ സാധനം വെക്കുക. എന്നിട്ട് ദ കേസ് ഈസ് കണക്ട് ടു ഇയർ പീസ് ബൈ എ പീസ് ഓഫ് ക്ലിയർ ട്യൂബിംഗ്. ഓക്കെ, ഈ ബാക്കിലുള്ള സാധനമാണെന്ന് അവിടെയാണ് അതിൻ്റെ ബാറ്ററി. ഇതിന് ബാറ്ററി വേണമല്ലോ, ഇത് ആംപ്ലിഫയർ അല്ല, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബാറ്ററി വേണം, കാരണം ബാറ്ററി വെച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ബാക്കിലുള്ള അവിടെയാണ് വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതൊരു ട്യൂബ് വഴി എന്ത് ചെയ്ത്, അവിടെ ഒരു ട്യൂബ് കാണാം, ഒരു ട്യൂബ് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഉള്ളിലുള്ള ഇയർ പീസിലേക്ക് കണക്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അല്ലേ. ദ കേസ് ഈസ് കണക്റ്റഡ് ടു ആൻ ഇയർ പീസ് ബൈ എ പീസ് ഓഫ് ക്ലിയർ ട്യൂബിംഗ്. അപ്പോൾ ഈ ഒരു ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ശബ്ദം എന്ത് ചെയ്യുന്നത്, നമ്മുടെ ചെവിയിലെത്തുന്നത്. ഓക്കെ, BTE ബിഹൈൻഡ് ദ ഇയർ ഹിയറിംഗ് എയ്ഡ്സ് ഈസ് ഓഫൺ
chosen for young children because it can accommodate various ear mold types which leads to replace as the child grows. ഇത് സാധാരണ കുട്ടികൾക്കാണ് ഇത് സാധാരണ വെക്കാറുള്ളത്. അതിനുള്ള ഒരു കാരണം എന്താണ്? ഇതിന്റെ ഇയർ മോൾഡ് എന്ന് പറയുമ്പോൾ ഈ ചെവിന്റെ ബാക്കിലുള്ള പ്ലാസ്റ്റിക്കിന്റെ സാധനമില്ലേ, അത് നമുക്ക് എന്ത് ചെയ്യാം, കുട്ടി വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റി മാറ്റി കൊണ്ടുവരാം. ആദ്യം ചെറുത് വെക്കാം, പിന്നെ വലുത് വെക്കാം. അങ്ങനെ എന്ത് ചെയ്യാം, കുട്ടിയുടെ ആവശ്യത്തിന്, കുട്ടി വളരുന്നതിനനുസരിച്ച് അത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്. BTE aids are easy to be cleaned and handled and are relatively sturdy. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ചെവി നമുക്ക് തന്നെ എന്ത് ചെയ്യാം, ഇത് കൈകൊണ്ട് തന്നെ എടുത്തിട്ട് നമ്മൾ വോളിയം കൂട്ടാനും കുറയ്ക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈസി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബിഹൈൻഡ് ഇയർ. അതുകൊണ്ട് കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മിനി BTE മോഡലാണ്. മിനി BTE എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച BTEയുടെ ചെറിയ വെർഷനാണ്, വളരെ ചെറിയൊരു സംഭവം. It's fit behind the ear or on the ear, but it is smaller. അത് ഒന്ന് ചെവിയുടെ ബാക്കിൽ വെക്കാം, അല്ലെങ്കിൽ ചെവിയുടെ ഫ്രണ്ട് തന്നെ എന്ത് ചെയ്യുക, ചെറിയൊരു സാധനമായിട്ട് വെക്കാം. എ വെരി തിൻ ആൾമോസ്റ്റ് ഇൻവിസിബിൾ ട്യൂബ് ഈസ് യൂസ് ടു കണക്ട് ദ എയ്ഡ് ടു ദ ഇയർ കനാൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു ചെവിൻ്റെ ആ പുറം ഭാഗത്തുള്ള ആ ഒരു പച്ച കളർ സാധനം കാണാം. അവിടെ നിന്ന് ചെറിയൊരു മിനി ട്യൂബ്, വളരെ നേർത്ത ഒരു ട്യൂബ് വഴി ചെവിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിസീവർ ഇൻ ദ ഇയർ കനാൽ. ഓക്കെ, അതിന് നമ്മൾ പറയുന്നത് റിസീവർ എന്ത് ചെയ്യുക. അപ്പോൾ ആ ഒരു ചെറിയ ട്യൂബ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഇയർ പീസ് എന്ന് പറയുന്ന ചെവിൻ്റെ ഉള്ളിലേക്കുള്ള ആ പീസിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. മിനി BTE allows not only reduced plugged up sensation in the ear canal but also increased comfort, reduced feedback, address and cosmetic concern of many users. ഇപ്പം പിന്നെ മിനി BTEയുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? അത് ചെറിയൊരു സാധനമാണ്, അത് ഈസിലി യൂസബിൾ ആണ്, അത് ഈസിലി ക്ലീനബിൾ ആണ്. അത് മാത്രമല്ല എന്താണ്, അത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആരും കാണുകയില്ല. ഓക്കെ, അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. മിനി BTE allows not only reduced plugged up sensation. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെവിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. ഇല്ല, പ്ലഗ് ചെയ്യാന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നതിനാണ് പ്ലഗ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ചെവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്കൊരു അൺഈസിനെസ് അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും, അല്ലേ ചെവി, അല്ലേ? ആ ഒരു ഡിസ്കംഫർട്ട് എന്തിലില്ല, മിനി BTEയിൽ ഉണ്ടാവുകയില്ല. കാരണം വളരെ ചെറിയ സംഭവമാണ്, വളരെ ചെറിയ നേർത്ത ട്യൂബാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ കോസ്മെറ്റിക് കൺസേൺ ഉള്ളവർക്ക്, അതായത് സൗന്ദര്യ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് ഇൻ ദ ഇയർ എയ്ഡ്സ്. ഇൻ ദ ഇയർ എന്ന് പറയുന്നത് ചെവിൻ്റെ ഉള്ളിലാണ് വെക്കുക. നിങ്ങൾക്ക് കാണാം, ഈ വലത് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് കാണാം, ചിത്രം കാണാം. ഇതിന് ചെവിയുടെ പിറകിൽ സാധനങ്ങളൊന്നുമില്ല, എല്ലാം അതിൻ്റെ വോളിയം കൺട്രോളും ബാറ്ററിയും ഒക്കെ തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. All parts of the hearing aids are contained in a shell that fills in the outer part of the ear. നമ്മുടെ ചെവിയുടെ പുറമേയുള്ള ആ ഹോളില്ലേ, ആ ഹോളിൻ്റെ ഉള്ളിലാണ് ഈ സാധനം വെക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ കാണാം. The ITE aids are larger than in the canal and completely in the canal aids, and for some people may be easier to handle than smaller aids. അപ്പോൾ ഇത് ഇനി പറയാൻ പോകുന്ന രണ്ട് മോഡലുണ്ട്. ഏതാണ്? ഇൻ ദ കനാലും കംപ്ലീറ്റ്ലി ഇൻ ദ കനാലും. അതിനെക്കാട്ടിലും വലുതാണ് സംഭവം. നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഇതിനാണ് നമ്മൾ ഇൻ ദ ഇയർ എന്ന് പറയും. ഇൻ ദ ഇയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലല്ല, എന്താണ് ആ ഒരു ഓപ്പണിംഗ് ഇല്ലേ, ആ ഓപ്പണിങ്ങിലാണ് നമ്മൾ ചിത്രത്തിൽ വലത് സൈഡിൽ കാണുന്ന ആ ഓപ്പണിംഗ് അല്ലേ, അതിൽ വെക്കുക. ആൾ പാർട്സ് ഓഫ് ദ ഹിയറിംഗ് എയ്ഡ്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ എ ഷെൽ ദാറ്റ് ഫിൽസ് ഇൻ ദ ഔട്ടർ പാർട്ട് ഓഫ് ദ ഇയർ. ഈ തരത്തിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ ദ ഇയർ ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതാണ് നാലാമത്താണ് ഇൻ ദ കനാൽ ITC. ഇൻ ദ കനാൽ ITC എന്ന് പറയും. എയ്ഡ്സ് ആൻഡ് കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ, രണ്ടും ഒരുമിച്ച് തന്നെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇതെന്തായിരിക്കും? ദീസ് ഹിയറിംഗ് എയ്ഡ്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ടൈനി കേസസ് ദാറ്റ് ഫിറ്റ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഇയർ കനാൽ. ഇൻ ദ കനാൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ച, ഇപ്പൊ തൊട്ട് നമ്മൾ പഠിച്ച ഇൻ ദ ഇയർ പഠിച്ചില്ലേ, അതിനെക്കാട്ടിലും ചെറിയ സാധനമായിരിക്കും, അത് കുറച്ചുകൂടി ഉള്ളോട്ട് വെക്കും. അതാണ് ഇൻ ദ കനാൽ എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പൂർണ്ണമായും ഉള്ളിലായിരിക്കും. അപ്പൊ ഇതാണ് ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണാം, ഏറ്റവും മുകളിലുള്ള ചിത്രത്തിൽ ഒന്നാമത്തെ ചിത്രം, അടുത്ത സൈഡിലുള്ള ചിത്രം ഇൻ ദ കനാൽ ഹിയറിംഗ് എയ്ഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താണ് ആ നേരത്തെ നമ്മൾ ഇൻ ദ ഇയറിൽ വെച്ചതിനായിട്ട് കുറച്ചുകൂടി ഉള്ളോട്ടാണ് കയറിയിരിക്കുന്നത്, കുറച്ചുകൂടി ചെറുതാണ് സംഭവം. അതേസമയം തൊട്ട് വലത് സൈഡിലെ ചിത്രം എന്താണ് കംപ്ലീറ്റ്ലി ഇൻ ദ കനാലാണ് അല്ലേ, കംപ്ലീറ്റ്ലി ഇൻ ദ കനാൽ ഹിയറിംഗ്, പൂർണ്ണമായും ഇതിൻ്റെ ഉള്ളിലാണ്, പുറമേക്ക് ഒരു സാധനം കാണില്ല, വോളിയം കൺട്രോൾ. ഈ കംപ്ലീറ്റ്ലി ഇൻ ദ കനാലിലെ പ്രശ്നം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല,
അത് വോളിയം കൺട്രോൾ ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ദീസ് ഹിയറിംഗ് എയ്ഡ്സ് ആർ കണ്ടെയ്ൻഡ് ഇൻ ടൈനി കേസ്, വളരെ ചെറിയ സാധനം. ദാറ്റ് ഫിറ്റ് പാർഷ്യലി എന്ന് പറയുന്നത് ഭാഗികമായി ഉള്ളിലായിരിക്കും. അതിനാണ് നമ്മൾ ഇൻ ദ കനാൽ എന്ന് പറയുന്നത്. ഓർ കംപ്ലീറ്റ്ലി ഇൻ ടു ദ ഇയർ കനാൽ, പൂർണ്ണമായും ഇതിനുള്ളിലായിരിക്കും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, കംപ്ലീറ്റ്ലി ഇൻ ദ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുന്നത്. They are the smallest hearing aids available and offer cosmetic and some listening advantages. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വളരെ ചെറുതാണ്. ഇത് നമ്മുടെ ചെവിൻ്റെ ഉള്ളിലുള്ളതാണോ എന്നറിയില്ല. നമുക്ക് കേൾവിക്കുറവിൻ്റെ പ്രശ്നമുണ്ട് എന്ന് പുറമെ ആർക്കും അറിയില്ല. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. However, their small size may take them difficult to handle and adjust for some people. അതിൻ്റെ സ്മോൾ സൈസും അത് ചെവിൻ്റെ ഉള്ളിലാണ് വെച്ചത് കൊണ്ടും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വോളിയം കൺട്രോൾ ചെയ്യാനൊക്കെ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഹിയറിംഗ് എയ്ഡ്സായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഈ ഓഡിയോമെട്രി എന്നുള്ള ചാപ്റ്റർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ വരുന്നുണ്ട്, ഞങ്ങളത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.